കുറേ തമാശകളൊക്കെ ആയിട്ട് വർഷ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഡ്രാമ തന്നെ അരങ്ങേറുകയാണ്. അപ്പോൾ ആദ്യം ഹാളിൽ നമ്മുടെ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ചന്ദ്രയുടെ എൻട്രി. മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ട് വരികയാണ്. ശരിക്കും ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്തിൽ ആർക്കും വലിയ ലക്ഷറി ലുക്കില്ല, ഈ രേവതിയും വർഷയും ഒന്നും കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ ലക്ഷറി ലുക്കുള്ളത് ഈ അമ്മ ചന്ദ്രയ്ക്ക് തന്നെയല്ലേ. രശ്മി സോമൻ അല്ലെങ്കിൽ തന്നെ സുന്ദരിയാണ്. ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ലക്ഷറി ലുക്കിൽ, നല്ല റിച്ച് ലുക്കിൽ ഇങ്ങോട്ട് വരികയാണ്. അച്ഛൻ അത് കണ്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ ബാമാൻ്റെ കൂടെ വന്ന് ചന്ദ്രയെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞതോടുകൂടി ചന്ദ്രയ്ക്ക് അത് മതി. അത് കഴിഞ്ഞാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും വരുന്നത്. അവർ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ലുക്കിലാണ് വരുന്നത്. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ചന്ദ്ര അവരോട് പറയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സുധിയും വരുന്നുണ്ട്. അങ്ങനെ അവരെക്കുറിച്ചും ചന്ദ്ര ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, നമ്മുടെ സച്ചിയെയും രേവതിയെയും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കുശുമ്പ് കൊണ്ട് വരാതിരുന്നതായിരിക്കും. അവർ വരാത്ത എന്തായാലും നന്നായി. അവരൊക്കെ വന്ന് ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ സ്വർണ്ണക്കടയുടെ അടുത്ത് പെട്ടിക്കട വെച്ച പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ട് അവരെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി രേവതിയും വരുന്നത്. അവർ നല്ല ലക്ഷറി ലുക്കിലാണ് വരുന്നത്. ഇൻഫാക്ട് അവരാണ് ഏറ്റവും ഭംഗി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ സച്ചി രേവതിയുടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കൈകോർത്ത് പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അവരുടെ സ്നേഹവും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ അവരെ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രയുടെ മുഖത്ത് കുശുമ്പ് ഇങ്ങനെ നിറയാണ്. അങ്ങനെ ഇവരെ എല്ലാവരെയും കാണിച്ച് ഇതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ച കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഈ ശ്രുതിയുടെ കണ്ണ് എപ്പോഴും സച്ചിയുടെ ഫോണിൻ്റെ മേലെയാട്ടോ. ആ ഫോണിന് എന്തെങ്കിലും പറ്റുമോ, ഫോൺ കൈ തന്നെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും. അപ്പോൾ ഈ സച്ചിക്ക് കുടിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് ആ ശീലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കുടിപ്പിച്ച് കിടത്തി സച്ചിക്ക് ബോധമില്ലാത്ത സമയം നോക്കി ആ ഫോൺ അടിച്ചു മാറ്റാനൊക്കെയാണ് ശ്രുതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാനിങ് ഒക്കെ അതേപോലെ നടക്കുമെന്നൊന്നും അറിയില്ല. ഇടയിൽ ശീലമില്ലാതെ കോട്ടും ചൂട്ടൊക്കെ ഇട്ടതുകൊണ്ട് ദേഹമൊക്കെ ചൊറിഞ്ഞിട്ട് സച്ചിക്ക് അങ്ങോട്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു കോമഡി എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ പറയൂട്ടോ.